നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അമ്മ ഇത്രയും തവണ വിളിച്ചത് ബുദ്ധിമുട്ടായോ? ഇല്ല. ആ, അമ്മ ഇങ്ങനെയാ. എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ചാൽ പിന്നെ അത് ചെയ്തേ പറ്റൂ. അമ്മയ്ക്ക് ഇന്ന് രാവിലെ മുതൽ മഹിമ എന്തോ പ്രശ്നത്തിലാണെന്ന ചിന്ത കടന്നുകൂടി. സത്യം പറഞ്ഞ എനിക്കും അങ്ങനെ തോന്നിയിരുന്നു. പക്ഷേ ഗിരിയോട് സംസാരിച്ചപ്പോൾ മഹിമയ്ക്ക് പരീക്ഷയാണെന്ന് അവൻ പറഞ്ഞത്. അപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. മെഡിക്കൽ കോളേജിലെ ഒരുപാട് പഠിക്കാനുണ്ടാവും. അതിനിടയിൽ ട്യൂഷൻ എടുക്കാനും ഫോൺ എടുക്കാനൊന്നും സമയം ഉണ്ടാവില്ലല്ലോ. എന്നാലും എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി ചോദിക്കുക. പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ഹാപ്പി അല്ലേ? ഹലോ ഹലോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല വക്കീലെ. ഞാനത് ചോദിക്കാത്തോണ്ടേ പിന്നീട് എനിക്കൊരു കുറ്റബോധം തോന്നരുതല്ലോ, അതുകൊണ്ട് ചോദിച്ചു പോയതാ. അതെ, തനിക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നോട് പറയാം. പിന്നെ സിനിമയിലെ നായകന്മാരെ പോലെ ആളെ വിളിച്ചുകൂട്ടി പ്രശ്നം പരിഹരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റിയെന്ന് വരില്ല. പക്ഷേ തൻ്റെ പ്രശ്നം കേട്ടിട്ടേ കൂടെ ഇരുന്ന് കരയാനെങ്കിലും എനിക്ക് പറ്റും. എടോ, ചിലപ്പോഴൊക്കെ മനസ്സിൻ്റെ ഭാരം ഇറക്കി വെക്കുന്നത് ഏറ്റവും വലിയ ആശ്വാസം. മഹിമേ, മഹിമേ, തലയിൽ എന്തെങ്കിലും ഭാരം കൊണ്ട് നടക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പകുതി എനിക്ക് തന്നേക്കണോ? നമുക്കതല്ല ഒരുമിച്ച് ചുമന്ന് കിടക്കാടോ. മഹിമേ, മഹിമേ. എനിക്ക് കുഴപ്പമൊന്നുമില്ല വക്കീലെ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ആദ്യം വിളിക്കുന്നത് വക്കീലിനെ ആയിരിക്കും. എന്താ പോരെ? ഞാൻ കൂടുതൽ സമയം കളയുന്നില്ല. പഠിക്കാനുള്ളതല്ലേ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അവളെന്തെങ്കിലും പറഞ്ഞോടാ? പക്ഷെ അമ്മ പറഞ്ഞതുപോലെ അവൾക്ക് എന്തോ ഒരു വിഷമമുണ്ട്. നമ്മളോട് പറയാൻ പറ്റാത്ത എന്ത് പ്രശ്നത്തിലായിരിക്കും അവൾ ചെന്ന് ചാടിയിട്ടുണ്ടാവുക? അവള് പറയാതെ നമുക്കറിയാൻ പറ്റില്ലല്ലോ മോനെ. എന്തായാലും സഹായിക്കാൻ നമ്മൾ വിളിപ്പുറത്തുണ്ടെന്ന് അവൾക്ക് മനസ്സിലായല്ലോ. ബാക്കിയെല്ലാം അവൾക്ക് വിട്ടുകൊടുക്കാം. മഹിമേ, എന്താ മോളെ, നീ ഇതുവരെ റെഡിയായില്ലേ? കോളേജിൽ പോകുന്നില്ലേ? ഇല്ല, ഇന്ന് ലീവ് എടുക്കാന്ന് കരുതി. എന്തുപറ്റി? അസുഖം വല്ലതും ഉണ്ടോ? പിന്നെന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല ചേച്ചി, എക്സാം എടുത്തില്ലേ, അതുകൊണ്ട് പഠിക്കാൻ വേണ്ടി ലീവ് എടുത്തതാ. അത്രേ ഉള്ളോ? ഞാൻ പേടിച്ചു പോയി. ശരി, നീ നന്നായിട്ട് പഠിക്ക. ഞാൻ പോയിട്ട് വരാം. ചേച്ചി. എന്താ മോളെ? എനിക്കൊരു ഹെൽപ്പ് വേണം. എന്താ? എന്റെ കൂട്ടുകാരി ഒരുത്തൻ ഫോൺ വിളിച്ചിട്ട് ശല്യം ചെയ്യുന്നുണ്ട്. തിരിച്ചു വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. അയാൾ വിളിച്ചിട്ട് എന്താ പറയുന്നത്? ഭീഷണിപ്പെടുത്തുന്നുണ്ടോ? ഇല്ല, വെറുതെ വിളിക്കുന്നു മാത്രമേ ഉള്ളൂ. പലപ്പോഴും സംസാരിക്കാറ് പോലുമില്ല. ഇത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള വിഷയമാണല്ലോ മോളെ. അവളോട് സ്റ്റേഷനിൽ വന്ന് ഒരു കംപ്ലൈന്റ് എഴുതി തരാൻ പറ. അതൊന്നും വേണ്ടെന്നാ അവള് പറയുന്നേ. അവക്ക് കേസിന്റെ പുറകെ പോവാനൊക്കെ പേടിയാ. ഇത് ഞങ്ങളുടെ കോളേജിലെ ആരെങ്കിലും തമാശക്ക് ചെയ്തതാകാനാ സാധ്യത. അവൾക്ക് ഇൻകമിംഗ് കോള് വരുന്നത് ഏത് നമ്പറിലാണെന്ന് എനിക്കറിയാം. ഞാൻ ആ നമ്പർ ചേച്ചിക്ക് അയച്ചു തരട്ടെ? അയച്ചതാ. ഇങ്ങനെയുള്ളവന്മാരെ വെറുതെ വിടാൻ പാടില്ല. അയച്ചിട്ടുണ്ട്. അതെ, നമുക്ക് പോയാലോ? താൻ കാർ എടുക്ക. ശരി മോളെ.
ഗുഡ് മോർണിംഗ് മഞ്ജു. ഗുഡ് മോർണിംഗ് ബിജേട്ടാ. ബിജേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ സൈബർ സെല്ലില്ലേ? ആ, എന്താ കാര്യം? എനിക്ക് ഈ നമ്പർ ഒന്ന് ട്രേസ് ചെയ്ത് കിട്ടണം. എന്താ കാര്യം എന്ന് പറ. മഹിമയുടെ കൂട്ടുകാരിയെ ഇടയ്ക്ക് വിളിച്ച് ശല്യം ചെയ്യുന്നുണ്ട്. അവളുടെ കോളേജിൽ പഠിക്കുന്ന വല്ല പിള്ളേരും ആയിരിക്കും. ആരാന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്നൊന്ന് ശ്രമിച്ചൂടെ? ആ നമ്പർ എനിക്കൊന്ന് മെസ്സേജ് ചെയ്തേക്ക്. ഞാനിപ്പോൾ തന്നെ അവന് നമ്പർ അയച്ചു കൊടുത്തിട്ട് കാര്യം പറയാം. താങ്ക് യു. ആ പിന്നെ ആ ശാലിനി വന്നിട്ടുണ്ട്. അരവിന്ദാക്ഷൻ സാറിന്റെ ക്യാബിനില്ല. മഞ്ജുവിനുള്ള എന്തോ പണി ഒപ്പിച്ചിട്ടുള്ള വരവാ. ആ മഞ്ജു എത്തിയല്ലോ. മോളെ, ശാലിനി കമ്മീഷണർക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. ഇവരുടെ ജീവന് ഭീഷണിയുണ്ടെന്ന്. ആരോ സ്റ്റെപ്പിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു എന്നാ ശാലിനി പറയണത്. പറയുന്നതല്ല, എന്നെ ശരിക്കും ആരോ കൊല്ലാൻ നോക്കിയതാ. ശരി ശരി, ഞാൻ വിശ്വസിച്ചു. ഇത്രയും നല്ല സ്വഭാവമാകുമ്പോ ശത്രുക്കൾ ഉണ്ടാവാതിരിക്കോ? എന്തായാലും ശാലിനിയുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഇവർക്ക് പോലീസ് സെക്യൂരിറ്റി കൊടുക്കണമെന്ന കമ്മീഷണറുടെ ഉത്തരവ്. ശാലിനിക്ക് സെക്യൂരിറ്റി ആയിട്ട് ഒരു വനിതാ ഉദ്യോഗസ്ഥനെ വേണമെന്നാ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ വേറെ വനിതാ പോലീസ് ആരും ഇല്ലാത്തതുകൊണ്ട് മഞ്ജു തന്നെ പോകേണ്ടി വരും. സർ, വേറെ വഴിയില്ല മോനെ. ഇങ്ങനെ ഒരു പണി നീ പ്രതീക്ഷിച്ചു കാണില്ല അല്ലേ? നിനക്ക് നിന്റെ ജോലിയെ പറ്റി വലിയ അഭിമാനമായിരുന്നില്ലേ? ഇനി നീ എന്റെ പുറകെ ഒരു കാവൽ പട്ടിയെ പോലെ നടക്കേണ്ടി വരും. ഈ ജോലിയിൽ നിന്ന് നീ രാജിവെക്കേണ്ട അവസ്ഥ വരെ ഞാൻ കാര്യങ്ങളെ കൊണ്ടെത്തിക്കും. ഇനി അങ്ങോട്ട് കുറച്ച് ദിവസങ്ങള് നിന്റെ ജീവിതത്തിന്റെ റിമോട്ട് കൺട്രോൾ എന്റെ കയ്യിലാ. ഹലോ, വാ. സാറേ, സാർ എന്ത് പണിയായി കാണിച്ചത്? ഞാൻ എന്ത് ചെയ്യാനാ മോളെ? കമ്മീഷണർ പറഞ്ഞ കേൾക്കാതിരിക്കാൻ പറ്റുമോ? ഇത് നമ്മുടെ ഡ്യൂട്ടിയുടെ ഒരു ഭാഗമാണെന്ന് കരുതിയാൽ മതി. ഇന്ന് മുതലേ നിന്റെ മോശ സമയം തുടങ്ങാൻ മഞ്ജു. അപ്പൊ നമുക്ക് പോവാല്ലേ? ഹലോ, എന്റെ ഡോറ് ആര് തുറക്കും? തനിക്ക് ഡോറ് തുറന്നു തരുന്നതല്ല എന്റെ ഡ്യൂട്ടി. വണ്ടിയിൽ വല്ല ബോംബും മറ്റും ഉണ്ടെങ്കിലേ എന്റെ ജീവന് എന്ത് സുരക്ഷ സാറേ ഉള്ളത്? മോളെ, ഒന്ന് ചെക്ക് ചെയ്തേക്ക്. ഇവര് തമ്മിൽ തല്ലുണ്ടാക്കാതിരുന്നാൽ മതി സാറേ. സെക്യൂരിറ്റിക്ക് വെച്ച പോലീസ് ഓഫീസർ തന്നെ ശാലിനിയെ തീർക്കൊന്ന എന്റെ പേടി.